ഇന്ന് നമുക്ക് ഈ ഒരു മാംഗോ സീസണിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല തണുത്തൊരു മാമ്പഴ പായസം തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പോളം ചവ്വരി ഒരു അരമണിക്കൂർ നേരം ഒന്ന് വെള്ളത്തിൽ കുതിർത്തി വെക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 2 കപ്പ് വെള്ളം തിളപ്പിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ കുതിർത്തി വെച്ചിട്ടുള്ള ചവ്വരിയും അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പോളം റോസ്റ്റഡ് സേമിയയും കൂടെ ചേർക്കുന്നുണ്ട്. സേമിയ നിർബന്ധമില്ല, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെന്നുണ്ടെങ്കിൽ ചവ്വരി മാത്രം ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ആദ്യം ഇത് നന്നായിട്ട് കുക്കായി കഴിഞ്ഞാൽ അതിൻ്റെ അകത്തേക്ക് നമുക്കൊരു 1/4 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ മധുരത്തിന് വേണ്ടിയിട്ട് പിന്നെ കുറച്ച് കണ്ടൻസ് മിൽക്കും ചേർക്കുന്നുണ്ട്. പഞ്ചസാര കുറച്ച് മാത്രം ഇപ്പോൾ ചേർത്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ അകത്തേക്ക് ഞാനിപ്പോൾ ഒരു 2 കപ്പ് പാലും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സേമിയയും അതുപോലെ ചവ്വരി നന്നായിട്ട് കുക്കായതുകൊണ്ട് തന്നെ ഒരു പാലം തിളച്ച് വന്നാൽ മാത്രം മതിയാവും. ഈ പാലം തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരു 1/2 ടീൻ കണ്ടൻസ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 ഏലക്ക അതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്, അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. ഇനി ഈ മിക്സർ നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ പുറത്തിരുന്നിട്ട് ഇതിൻ്റെ ചൂടെല്ലാം മാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് നേരം തണുപ്പിച്ചെടുക്കണം. നന്നായിട്ട് തണുത്ത് വരണം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരു 4 മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. നല്ല മധുരമുള്ള അധികം നാരില്ലാത്ത പുളിയില്ലാത്ത മാങ്ങ വേണം എടുക്കാനായിട്ട്. അത് ചെറുതാക്കി മുറിച്ചിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ അകത്തേക്ക് ഒരു 1/4 കപ്പ് പാലും കൂടെ ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു മിക്സർ ഉണ്ടല്ലോ, അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് കട്ടയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഒരു മാംഗോയുടെ കൂട്ടുണ്ടല്ലോ, അതങ്ങ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ചെറുതാക്കി മുറിച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും വേറെ നട്ട്സ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മാങ്ങ ഞാൻ മുറിച്ചത് മിക്സിയിൽ ചേർക്കാതെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നല്ല തണുപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എപ്പോഴാണോ ഈ ഒരു പായസം സെർവ് ചെയ്യുന്നത് ആ സമയത്ത് മാത്രം ഇതിൻ്റെ അകത്തേക്ക് മാങ്ങ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. മുന്നേ മാങ്ങ ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റിൽ വ്യത്യാസം വരും. അപ്പം സെർവ് ചെയ്യുന്നതിന് മുന്നായിട്ട് മാത്രം മാങ്ങ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഒരു സേമിയയുടെയും ചവ്വരിയുടെയും കൂട്ട് ആദ്യം റെഡിയാക്കി ഫ്രിഡ്ജിൽ സെറ്റാക്കി വെക്കുക കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് കഴിക്കുന്ന സമയത്ത് മാങ്ങ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സും പറയാം. പുതിയ നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്